ഹിസ്ബുള്ള തലവനെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ എക്സിലൂടെ ജനങ്ങൾക്ക് സന്ദേശം നൽകി ഇറാൻ സുപ്രീം ലീഡർ. നസറുള്ളയുടെ വധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് താമസ സ്ഥലം മാറുകയും സുരക്ഷ 10 മടങ്ങായി വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി സന്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനെയും ഹിസ്ബുള്ളയും തകർക്കാൻ മാത്രം സയനിസ്റ്റുകൾ വളർന്നിട്ടില്ലെന്നായിരുന്നു ഖമേനിയുടെ പ്രസ്താവന. ലെബനനിൽ ഹിസ്ബുള്ളയുടെ ശക്തമായ ഘടനയാണുള്ളത്. അതിന് കാര്യമായ കേടുപാടുകൾ വരുത്താൻ മാത്രം വലുതായിട്ടില്ലെന്ന് സയനിസ്റ്റ് കുറ്റവാളികൾ അറിയണം. ഹിസ്ബുള്ളയെ തകർക്കാൻ മാത്രം നിങ്ങളില്ല. അത്രയും ചെറുതാണ് സയനിസ്റ്റുകൾ. മേഖലയിലെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഹിസ്ബുള്ളയ്ക്കൊപ്പം നിലകൊള്ളുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് ഇറാൻ സുപ്രീം ലീഡർ പറഞ്ഞു. കുറെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നതുകൊണ്ട് മാത്രം ശക്തമായ സംഘടനയെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ദൈവം ഇച്ഛിച്ചാൽ ശത്രുവിനെ ലെബനൻ പാഠം പഠിപ്പിക്കുമെന്നും ഒളിവിലിരുന്നു കൊണ്ട് ഖമേനി കൂട്ടിച്ചേർത്തു. അതേസമയം നസറുള്ളയെ ഇല്ലാതാക്കിയ ബെയ്റൂട്ട് വ്യോമാക്രമണത്തിന് ഇസ്രായേൽ പേര് നൽകി. ഹിസ്ബുള്ള തലവനെ ഇല്ലാതാക്കിയ ഇസ്രായേലി സൈനിക ഓപ്പറേഷൻ ഇനി മുതൽ ന്യൂ ഓർഡർ എന്ന് അറിയപ്പെടുമെന്ന് IDF അറിയിച്ചു. അതിനിടെ തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഭീകര സംഘടനയായ ഹിസ്ബുള്ള രംഗത്തെത്തി. നസറുള്ളയുമായി ബന്ധപ്പെട്ട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് ഭീകര സംഘടന സ്ഥിരീകരണവുമായി രംഗത്തെത്തിയത്. ഇസ്രായേലാണോ നസറുള്ളയെ വധിച്ചതെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഭീകര സംഘടന പുറത്തുവിട്ടിട്ടില്ല. പ്രസ്താവനയിലൂടെയാണ് ഭീകര സംഘടന ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ വ്യോമാക്രമണത്തിൽ നസറുള്ളയും മകളും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ മകളുടെ മരണം സ്ഥിരീകരിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ നസറുള്ളയുടെ മരണം സംബന്ധിച്ച വിവരങ്ങൾ അജ്ഞാതമായി തുടർന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഹിസ്ബുള്ള നേതാവിനെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചത്. ഭീകര സംഘടനയെ തുടർച്ചയായി 32 വർഷം നയിച്ച നേതാവാണ് നസറുള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം ഭീകര സംഘടനയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ദഹീഹിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 64-കാരനായ നസറുള്ള കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെ എന്നും അസ്വസ്ഥപ്പെടുത്തിയ നേതാവായിരുന്നു ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള. ഹിസ്ബുള്ളയുടേത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ പോരാടുന്ന വിവിധ പ്രതിരോധ സംഘടനകളുടെ നേതാവ് കൂടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 32 വർഷമാണ് ഹസൻ നസറുള്ള ഹിസ്ബുള്ള എന്ന പ്രസ്ഥാനത്തെ നയിച്ചത്. പ്രാദേശിക സായുധ സേനയിൽ നിന്ന് ലെബനനിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായി ഈ കാലയളവിൽ ഹിസ്ബുള്ള വളർന്നു. കൂടാതെ മിഡിൽ ഈസ്റ്റിലെ പ്രബല സായുധ വിഭാഗമായി മാറുകയും ചെയ്തു. 2021 ഒക്ടോബറിൽ ഹിസ്ബുള്ളയ്ക്ക് 1 ലക്ഷം പോരാളികളുണ്ടെന്ന് ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.